നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ 10 നാൾ നീണ്ട രക്ഷാദൗത്യം അവസാനിപ്പിച്ച് സൈന്യം മടങ്ങുന്നു. സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയപ്പ് നൽകും. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 500 ബാറ്റാലിയൻ അംഗങ്ങളാണിവർ. അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ മെയിൻ്റനൻസ് ടീം പ്രദേശത്ത് തുടരും. ഹെലികോപ്റ്റർ സെർച്ച് ടീം അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും. ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു. വയനാട്ടിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയോടെ കേരളം. ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ L3 ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. പ്രധാനമന്ത്രിയുടെ വരവോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ 75% ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും. കേന്ദ്രം സഹായം കൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയടക്കം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. വയനാട്ടിലെ ദുരന്തബാധിത മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ രാവിലെ 10 മണി മുതൽ ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കൽപ്പറ്റ, മേപ്പാടി ടൗണുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇവിടേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനങ്ങളെ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു. നാളെ 11:55 പ്രധാനമന്ത്രി വയനാട്ടിലെത്തും. 12 മണി മുതൽ 3 മണി വരെ പ്രധാനമന്ത്രി വയനാട്ടിലുണ്ടാകുമെന്നാണ് വിവരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 225 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 195 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. DNA സാമ്പിൾ ഫലം വന്നാലേ കൃത്യമായ എണ്ണം കണക്കാക്കാനാകൂ. കുട്ടികളടക്കം 1942 പേർ ക്യാമ്പിലുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ താൽക്കാലിക പുനരധിവാസത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വയനാട് സൺറൈസ് വാലിയിൽ നടത്തിയ തെരച്ചിലിൽ ഇന്നലെയും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ദുരന്തഭൂമിയിൽ നിന്നും അകലെ വളരെ ദുർഘടമായ മേഖലയായിരുന്നു ഇവിടെ. ഇന്നലത്തെ തെരച്ചിൽ സംഘത്തിൽ 25 അംഗങ്ങളുണ്ടായിരുന്നു. കൂടാതെ ഇന്നലെ സൺറൈസ് വാലിയിലേക്ക് പോയ സംഘത്തിൽ കേരളത്തിൻ്റെ കെടാവർ നായ്ക്കളായ മായയും മർഫിയും ഉണ്ടായിരുന്നു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്ന് ജനകീയ തെരച്ചിൽ. ക്യാമ്പിൽ കഴിയുന്നവരും പൊതുജനങ്ങളും ജനപ്രതിനിധികളും ദൗത്യസംഘത്തിനൊപ്പം ചേർന്ന് വിവിധ സോണുകളിൽ തെരച്ചിൽ നടത്തും. എന്നാൽ നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന തെരച്ചിൽ 11 മണിക്ക് അവസാനിപ്പിക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട്ടിൽ സമഗ്ര പുനരധിവാസം ആവശ്യമാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല നടപടി പ്രതീക്ഷിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വയനാട്ടിലെ ദുരന്ത തീവ്രത അറിയാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിൻ്റെ ടീം ലീഡറായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാർ ഇന്നലെ ഓഫീസ് എത്തി സന്ദർശിച്ചിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ 27 ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അടിയന്തര പുനരധിവാസത്തിന് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനുള്ള കളക്ഷൻ സെന്ററിൽ 7 ടൺ പഴകിയ തുണിയെത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത് സംസ്കരിക്കേണ്ടി വന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ഫലത്തിൽ ഇത് ഉപദ്രവമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനവും പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ ഒഴിവാക്കിയതെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ കഴിഞ്ഞ 13 വർഷത്തിനുള്ളിൽ ക്വാറികളുടെ എണ്ണം 3104 നിന്ന് 561 എണ്ണമായി കുറഞ്ഞെന്ന് മന്ത്രി P. രാജീവ് അറിയിച്ചു. ക്വാറികൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്ന അപൂർവം ചില നിരീക്ഷണങ്ങളും ലേഖനങ്ങളും കാണുകയുണ്ടായെന്നും എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ക്വാറികളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി.
വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് സ്വദേശിയും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ഹർജി നൽകിയത്. നിരവധി സംഘടനകളുടെ അവരുടെ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുകയാണ്. ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ലെന്നും ഹർജിയിൽ പറയുന്നു. പാരീസ് ഒളിമ്പിക്സ് പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായിരുന്ന നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യൻ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. 89.45 എന്ന സീസണിലെ തൻ്റെ ഏറ്റവും മികച്ച ദൂരം കണ്ടെത്തിയിട്ടും വെള്ളി നേടാനേ താരത്തിനായുള്ളൂ. 92.97 മീറ്റർ എറിഞ്ഞ് ഒളിമ്പിക്സ് റെക്കോർഡ്സ് പാകിസ്ഥാൻ്റെ അർഷാദ് നദീം സ്വർണം നേടി. പാരീസ് ഒളിമ്പിക്സിന് മുമ്പിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷിന് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേട്ടത്തോടെ മടക്കം. 2 പതിറ്റാണ്ടിനടുത്ത് ടീമിൻ്റെ ഗോൾ വല വിശ്വസ്തയോടെ കാത്ത ശ്രീജേഷിൻ്റെ വിടവാങ്ങൽ മത്സരത്തിന് വെങ്കല നിറം പകരാൻ ഇന്ത്യൻ ടീമിനായി. 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി എന്ന മേൽവിലാസവും ശ്രീജേഷ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല തിളക്കം. ഇന്നലെ നടന്ന വെങ്കല മെഡൽ പോരാട്ടത്തിൽ സ്പെയിനെതിരെ 1-2 ഗോളുകൾക്ക് കീഴടക്കിയാണ് തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും ഇന്ത്യൻ ടീം വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിൻ്റെ ഇരട്ട ഗോളുകളാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത്. വഖഫ് നിയമ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ബിൽ അവതരണം. രാജ്യത്തെ വിഭജിക്കാനുള്ള ബില്ലാണെന്നും ശക്തിയുക്തം എതിർക്കണമെന്നും രാവിലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. വഖഫ് സ്വത്തുകൾ തട്ടിയെടുക്കാനുള്ള സർക്കാർ നീക്കമാണ് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനെതിരെ CPM-നായി കെ രാധാകൃഷ്ണൻ MP-യും കോൺഗ്രസ് MP-മാരായ MK രാഘവനും KC വേണുഗോപാലും ഹൈബി ഈഡനും നോട്ടീസ് നൽകി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.